മൃഗങ്ങളെ കൊന്നു തിന്നുന്നത് ക്രൂരതയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞിരിക്കുന്നു, ചക്ക മരിക്കുമ്പോൾ ചക്കപ്പശ വരുന്നത് കണ്ടിട്ടില്ലേ, അത് സ്വന്തം ചോര പോലെ കാണൂ, ചക്ക അറുക്കാതെ ഇരിക്കൂ, പാവം ചക്കക്കുരു പ്ലാവാകേണ്ടതാണ്, അതിനെ കൊന്ന് തോട് പൊളിച്ച് കറിയിൽ ഇടുന്നത് നിർത്തൂ. ജസ്റ്റിസ് ഫോർ ചക്ക എന്ന്. ഒന്ന്, സസ്യങ്ങൾ മൃഗങ്ങളെ പോലെ സെന്റിയന്റ് അല്ല. സസ്യങ്ങൾക്ക് തലച്ചോറോ സെൻട്രൽ നെർവസ് സിസ്റ്റമോ പെയിൻ റിസപ്റ്റേഴ്സോ ഇല്ല. രണ്ട്, മനുഷ്യരും മൃഗങ്ങളും സെന്റിയന്റ് ആണ്. തലച്ചോറും സെൻട്രൽ നെർവസ് സിസ്റ്റവും പെയിൻ റിസപ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ സെന്റിയന്റ് ആയിട്ടുള്ള മൃഗങ്ങളെ സസ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാമെങ്കിൽ സെന്റിയന്റ് ആയിട്ടുള്ള മനുഷ്യരെയും സസ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാം. ഈ വ്യക്തി ഫ്രീ പാലസ്തീൻ, ജസ്റ്റിസ് ഫോർ പാലസ്തീൻ എന്നൊക്കെ പ്രൊഫൈലിൽ ഇട്ടിരിക്കുന്നു. ഈ വ്യക്തി പാലസ്തീന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ജസ്റ്റിസ് ഫോർ പാലസ്തീനോടൊപ്പം ജസ്റ്റിസ് ഫോർ ചക്ക എന്നുകൂടി നിങ്ങൾക്ക് ചേർക്കാൻ പറ്റില്ലേ? പാലസ്തീനിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾക്ക് ചക്കക്കുരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ലേ? കാരണം സെന്റിയന്റ് ആയിട്ടുള്ള മൃഗങ്ങളെ പോലെയാണ് സസ്യങ്ങളെങ്കിൽ സെന്റിയന്റ് ആയിട്ടുള്ള മനുഷ്യരെ പോലെ തന്നെയാണ് സസ്യങ്ങളും. മാത്രമല്ല, ഞാനൊരിടത്തും കേട്ടിട്ടില്ല ചക്ക മരിച്ചു എന്നൊക്കെ പറയുന്നത്. ചോരയും നീരുമുള്ള മനുഷ്യനെയും മൃഗങ്ങളുമാണ് മരിച്ചു ശവശരീരമായി എന്നൊക്കെ കേട്ടിട്ടുള്ളത്. മാത്രമല്ല, മനുഷ്യനെയും മൃഗങ്ങളെയും കൊല്ലുമ്പോൾ പലർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല. ഒരു ചക്ക മുറിക്കുന്നത് ആർക്കും ക്രൂരതയായിട്ട് തോന്നാറില്ല. മൃഗങ്ങളോടുള്ള ക്രൂരതയെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് പല വിവരമില്ലാത്ത മനുഷ്യരും അവിടെ സസ്യങ്ങളെ വലിച്ചഴയ്ക്കുന്നത്.